الله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ ചെറുതും വലുതുമായ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും യഥാവിധി പഠിച്ചു പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഞാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഓതിവെച്ച വചനം 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 96-ാമത്തെ വചനമാണ്. ഒരു മലയാള പദം പോലെ നമ്മളേറെ പ്രയോഗിച്ചു വരുന്ന രണ്ട് പദങ്ങളാണ് ബറക്കത്തും തബറുക്കും. എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിത ലോകം വിശദീകരിച്ചത് അന്നുമുമു വസ്സിയാദ, വളർച്ചയും വർധനവുമാണ്. ഏതിലൊക്കെയുള്ള ഫിൽ ഇൽമി വൽ അമലി വദ്ദിയ, ഒരാളുടെ അറിവിലും കർമ്മങ്ങളിലും സന്താനങ്ങളിലുമൊക്കെയുള്ള നുമുമു വസ്സിയാദ, വളർച്ചയും പുരോഗതിയും വർധനവുമാണ് ബറക്കത്ത്. അസ്സിയാദത്തു മിൻ ഖൈരിഹി വ ഇഹ്സാനിഹി, ഒരാൾക്ക് അല്ലാഹു തആല നൽകുന്ന ഏതൊരു ഖൈറിലും ഉള്ള, അവൻ്റെ നന്മയിലും ഉള്ള വർധനവ്. വഹുലൂലിൽ ഖൈരി ഇലാഹിൽ അബ്ദ്, ഒരടിമയുടെ മേൽ അല്ലാഹു തആല ധാരാളമായി ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഖൈർ. ഇതിനൊക്കെയാണ് അറബിയിൽ ബറക്കത്ത് എന്ന് പറയുക. മലയാളത്തിൽ അതിന് അഭിവൃദ്ധി എന്നോ വിശാലത എന്നോ അനുഗ്രഹം എന്നോ ഐശ്വര്യം എന്നോ ഒക്കെ അർത്ഥം പറയാം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് അയാളുടെ വീട്ടിൽ, അയാളുടെ കുടുംബത്തിൽ, അയാളുടെ നാട്ടിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകിയാൽ അത് അയാളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നാട്ടിലെ ജീവിതത്തിലും എല്ലായ്പ്പോഴും സന്തോഷവും സമാധാനവും നിലനിൽക്കും. അല്ലാഹു തആല നമുക്കേവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ ഒരു കുടുംബത്തിൽ നിന്നോ നാട്ടിൽ നിന്നോ അല്ലാഹു തആല ബറക്കത്തിനെ എടുത്തു മാറ്റിയാൽ അത് അയാളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നാട്ടിലും മുഴുക്കയും ഒരു കുടുസ്, പ്രയാസം അനുഭവപ്പെടും. അള്ളാഹു നമ്മെ എവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി ആരാണ് ബറക്കത്തിനുടയവൻ? ആരാണ് ബറക്കത്ത് തരേണ്ടത്? ആരോടാണ് ബറക്കത്ത് ചോദിക്കേണ്ടത്?
ബറക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ഖുർആനിക വചനങ്ങൾ നമുക്ക് കാണാം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. തബാറക, ബറക്കത്ത് നൽകാൻ യോഗ്യൻ, അനുഗ്രഹ സമ്പൂർണൻ. അല്ലദീ ബിയദിഹിൽ മുൽക്ക്, ഏതൊരുവിൻ്റെ കയ്യിലാണോ ആധിപത്യമുള്ളവൻ അവനാണ് തബാറക, ബറക്കത്ത് കൊടുക്കാൻ യോഗ്യൻ. തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം, മഹത്വമേറിയവനും ഔദാര്യവാനുമായ നിന്റെ റബ്ബിന്റെ നാമം തബാറക, അനുഗ്രഹപൂർണമായിരിക്കുന്നു, ഉത്കൃഷ്ടമായിരിക്കുന്നു. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു തബാറക, ബറക്കത്ത് കൊടുക്കാൻ യോഗ്യനാണ്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു തബാറക, അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, തൻ്റെ ദാസന്റെ മേൽ സത്യ അസത്യ വിവേചനത്തിലുള്ള പ്രമാണമായ ഖുർആൻ അവതരിപ്പിച്ചവൻ തബാറക, ബറക്കത്തിനുടയവനാണ്. തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ. സൂറത്ത് ഫുർഖാനിൽ കാണാം. ഇങ്ങനെ തുടങ്ങി 9 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ബറക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചത് കാണാം. അതിലൊക്കെയും അല്ലാഹു തആല പറയുന്നത് തബാറക, ബറക്കത്ത് കൊടുക്കാൻ കഴിയുന്നത് അല്ലാഹു തആലക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബറക്കത്ത് കിട്ടാൻ തേടേണ്ടത്, ചോദിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. മിൻ ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ബാരിക് ലീ ഫീമാ അഅതൈത്, അല്ലാഹുവേ നീ എനിക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതിലൊക്കെയും നീ ബറക്കത്ത് നൽകണേ. നമ്മൾ ആ റസൂലിനും കുടുംബത്തിനും ബറക്കത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം സ്വലാത്തിലൂടെ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചൊരിയണം. ഏതുപോലെ? കമാ ബാരക്ത, കമാ ബാരക്ത, നീ ബറക്കത്ത് കൊടുത്തതുപോലെ. ആർക്ക്? അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കുടുംബത്തിനും നീ ബറക്കത്ത് കൊടുത്തതുപോലെ. അപ്പൊ സ്വന്തത്തിന് ബറക്കത്ത് കിട്ടാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനും ബറക്കത്ത് കിട്ടാനും തേടേണ്ടത്, ചോദിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് ബറക്കത്തുടയവനായ അല്ലാഹു തആലയോട് മാത്രമായിരിക്കണം. അപ്പൊ എന്താണ് ബറക്കത്ത് എന്ന് ചുരുങ്ങിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് തബറുക്ക് എന്ന് പറഞ്ഞാൽ പണ്ഡിത ലോകം വിശദീകരിച്ചത് ഹുവ ത്വലബുൽ ബറക ബിവാസിതത്തിൻ യൽസിമുഹൽ അബ്ദു റഗ്ബതൻ ഫീ ഹുസൂലിൽ ഖൈർ, നന്മ നേടിയെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരടിമ തേടുന്ന അനുഗ്രഹം. അഥവാ അല്ലാഹുവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്തിലൊക്കെ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞോ അതിൽ നിന്ന് മാത്രം ബറക്കത്തിനെ പ്രതീക്ഷിക്കലാണ് തബറുക്ക്. ഏതിലൊക്കെയാ ബറക്കത്തുള്ളത്? എവിടെയൊക്കെയാ ബറക്കത്ത് തേടി പോകേണ്ടത്? ബറക്കത്ത് തേടി 3 സ്ഥലത്തേക്ക് പോകാൻ പാടുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒന്ന്, പരിശുദ്ധ ഖുർആനിൽ കാണാം ബക്കത മുബാറക്കൻ. ബക്കത മുബാറക്കൻ, പരിശുദ്ധ മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക. ബക്കത മുബാറക്കൻ, മുബാറക്, ബറക്കത്ത് നൽകപ്പെട്ട മക്ക രാജ്യം. അപ്പൊ ബറക്കത്ത് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചുകൊണ്ട് മക്കയിൽ പോകാം. മക്കയിൽ മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരം, അതുപോലെ കഅബയ്ക്ക് ചുറ്റുമുള്ള തവാഫ്, സഫാ മർവകൾക്കിടയിലുള്ള സഅയ്, അതുപോലെയുള്ള അവിടെയുള്ള നിസ്കാരം, പ്രാർത്ഥനകൾ ലോകത്ത് മറ്റൊരു സ്ഥലത്തു നിന്നും കിട്ടാത്തത്, മറ്റൊരു പള്ളിയിൽ നിന്നും കിട്ടാത്ത ബറക്കത്ത് മസ്ജിദുൽ ഹറാമിനുണ്ട്. എന്താണ് പ്രമാണം? ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്തും ഫീ മസ്ജിദി, എൻ്റെ ഈ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ വെച്ചുള്ള ഒരു നമസ്കാരത്തിന് അഫ്ദലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ ഇല്ലൽ മസ്ജിദുൽ ഹറാം, മറ്റു പള്ളികളിലെ 1000 നമസ്കാരങ്ങളെക്കാളും ശ്രേഷ്ഠകരമാണ് മക്കയിലെ മസ്ജിദുൽ ഹറാം ഒഴിച്ച്. വസ്വലാത്തും ഫിൽ മസ്ജിദുൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിലെ ഒരു നമസ്കാരം എന്ന് പറഞ്ഞാൽ അഫ്ദലു മിൻ 100 അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ,
മറ്റു പള്ളികളിലെ അപേക്ഷിച്ചുകൊണ്ട് 1,00,000 നമസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ്. അല്ലാഹു തആല പുണ്യഭൂമി സന്ദർശിക്കാനുള്ള മഹാ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ബറക്കത്തുള്ള സ്ഥലം മദീനയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വബാരിക് ലനാ ഫീ സ്വാഇനാ വമുദ്ദിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മദീനക്ക് നീ ബറക്കത്ത് നൽകണേ പടച്ചവനെ. ഫീ സ്വാഇനാ വമുദ്ദിനാ, ഈ മദീനയിലെ സ്വാഇലും മുദ്ദിലും രണ്ടും രണ്ട് അളവാണ്, അതിൽ നീ ബറക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ബറക്കത്തുള്ള രണ്ടാമത്തെ സ്ഥലമാണ് മദീന. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച് വാങ്ങിയ ബറക്കത്തുള്ള മണ്ണാണ് മദീന. അതുകൊണ്ട് തന്നെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകാം. മാത്രമല്ല, മദീനയിലെ മസ്ജിദുൻ നബവിയിലെ നമസ്കാരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ, 1000 ഇരട്ടി പ്രതിഫലമുണ്ട് അവിടുത്തെ ഒരു നമസ്കാരത്തിന്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മൂന്നാമത്തെ ബറക്കത്തുള്ള സ്ഥലം മസ്ജിദുൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല. സൂറത്ത് ഇസ്രാഇന്റെ തുടക്കത്തിൽ അല്ലാഹു തആല പറഞ്ഞു, മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് ബാറക്നാ ഹൗല, അതിന് ചുറ്റും നാം ബറക്കത്ത് കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ പുണ്യം പ്രതീക്ഷിച്ച് ബറക്കത്ത് പ്രതീക്ഷിച്ച് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാം. ഈ നാട്ടിലെ പള്ളികളിലൊന്നും നിസ്കരിച്ചാൽ കിട്ടാത്ത 500 ഇരട്ടി എന്നും 250 ഇരട്ടി പ്രതിഫലമെന്നും രണ്ടഭിപ്രായം അതിലുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ വെച്ചുള്ള ഒരു നമസ്കാരത്തിനുണ്ട്. അള്ളാഹു ആ നാടിന് സമാധാനവും സുരക്ഷയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ 3 പള്ളികളിലേക്കല്ലാതെ ബറക്കത്ത് തേടി പോകാൻ അനുവാദമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തശദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്. 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടുകൂടാ. ഏതൊക്കെയാണ് 3 പള്ളികൾ എന്ന് നേരത്തെ പറഞ്ഞു. 1 മസ്ജിദുൽ ഹറാം, 2 മസ്ജിദുൻ നബവി, 3 മസ്ജിദുൽ അഖ്സ. ഇനി അവിടങ്ങളിൽ ചെന്നാലും ബറക്കത്തിനെ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്, അല്ലാതെ പരിശുദ്ധ കഅബയെ ബറക്കത്ത് കൊണ്ടായെന്നല്ല, മഖാം ഇബ്രാഹിമെ ഹിജ്ർ ഇസ്മായിലെ ബറക്കത്ത് കൊണ്ടായെന്നല്ല, അല്ലെങ്കിൽ മദീനത്ത് പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂലേ പുണ്യ റസൂലേ ബറക്കത്ത് കൊണ്ടായെന്നല്ല, മറിച്ച് ബറക്കത്താക്കപ്പെട്ട സ്ഥലത്ത് പോയാലും ബറക്കത്തിനെ തേടേണ്ടത് അള്ളാഹു തആലയോട് മാത്രമാണ്. ഇനി ബറക്കത്തുള്ള വെള്ളമുണ്ട്, വെള്ളം മുഴുക്കയും ബറക്കത്തുള്ളതാണ്. എന്നാൽ അള്ളാഹു തആല പറഞ്ഞു, വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ, ആകാശത്ത് നിന്ന് നാം ബറക്കത്താക്കപ്പെട്ട വെള്ളം ഇറക്കിയിരിക്കുന്നു. മഴവെള്ളം മറ്റൊരു വെള്ളത്തിനും ഇല്ലാത്ത ബറക്കത്തുണ്ട്. അടുത്ത വെള്ളം മാഉ സംസം മാഉ ബറക, ലോകത്ത് മറ്റൊരു വെള്ളത്തിനും ഇല്ലാത്ത ബറക്കത്ത് സംസം വെള്ളത്തിനുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നൽ മാഉ സംസം മുബാറക വഫീഹാ ശിഫാഉൻ ലിൽ അസ്ഖാം, സംസം വെള്ളത്തിന് ബറക്കത്തുണ്ട്, രോഗത്തിന് അതിൽ ശിഫയുമുണ്ട്. ഇനി ബറക്കത്തുള്ള സമയമുണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച് നേടിയ സമയം, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫി ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് അവരുടെ ബുക്റയിൽ എന്ന് വെച്ചാൽ പ്രഭാതത്തിൽ അവർക്ക് നീ ബറക്കത്ത് ചൊരിയണേ. ഏതാണ് ആ ബുക്റ? സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം ബറക്കത്തുള്ള സമയമാണ്. അപ്പോൾ സൂര്യൻ സുബഹിസ്കാരം കഴിഞ്ഞ് നേരെ പോയിട്ട് കിടന്നുറങ്ങുകയല്ല. ഹദീസിൽ കാണാം, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഫജ്ർ ഫീ ജമാഅ, ആരെങ്കിലും സുബ്ഹി ജമാഅത്തായി നമസ്കരിക്കുകയും സുമ്മ ഖഅദ യദ്കുറുല്ലാഹ് ഹത്താ തത്ലുഅ അശ്-ശംസ് സുമ്മ സല്ല റകഅതൈനി, എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയും അള്ളാഹുവിനുള്ള ദിക്റിലും ദുആകളിലും മുഴുകിയിരിക്കുകയും, ഇവിടെ നമ്മളെ ഡിജിറ്റൽ ക്ലോക്കിലൊക്കെ കാണാം സൺറൈസ്, സൂര്യ ഉദയസമയം, ആ സൂര്യൻ ഉദിച്ച ശേഷം 2 റകഅത്ത് ഇസ്റാഖിന്റെ നിസ്കാരം ശുറൂഖിന്റെ നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വഉംറത്തിൻ താമ്മതൻ താമ്മതൻ താമ്മ, ഹജ്ജിന്റെയും ഉംറയുടെയും പോലുള്ള പ്രതിഫലം അവന് ലഭിക്കും. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോ സുബഹിയുടെ ബറക്കത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളിൽ, അള്ളാഹുവിനുള്ള ദിക്റുകളിലും ദുആകളിലും മുഴുകി ശുറൂഖിന്റെ നിസ്കാരം നിസ്കരിച്ചിട്ട് എന്നിട്ട് ജോലിക്ക് പോവുക, എന്നിട്ട് യാത്ര തുടരുക. ആ യാത്രയിൽ ആ പ്രഭാതം തന്നെയും ബറക്കത്തുള്ളതായി മാറും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ബറക്കത്തുള്ള ദിവസമുണ്ട്. അതേതാ? യൗമുൽ ജുമുഅത്തി യൗമുൽ ബറക.
മറ്റൊരു ദിവസങ്ങൾക്കും ഇല്ലാത്ത അത്ര ശ്രേഷ്ഠതയും ബറക്കത്തും വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട്. ഇന്നലെ വ്യാഴാഴ്ചക്കില്ലാത്ത, നാളത്തെ ശനിയാഴ്ചക്കില്ലാത്ത ഒരു ബറക്കത്ത് ഇന്നത്തെ ദിവസത്തിനുണ്ട്. അല്ലാഹു തആല നിശ്ചയിച്ച വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കിട്ടണമെങ്കിൽ ജുമുഅക്ക് എത്ര നേരത്തെ വരാൻ കഴിയുമോ അത്രയും നേരത്തെ വരണം. വരുന്നവരുടെ സമയങ്ങളിലും വരുന്നവരുടെ പ്രതിഫലങ്ങളിലും ദറജകൾ നിശ്ചയിച്ചു, തട്ടുകൾ നിശ്ചയിച്ചു. ഇമാം മിമ്പറിൽ കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ മടക്കാൻ നമ്മൾ പള്ളിയിൽ ഉണ്ടാകണം. ഇനി ആവർത്തിക്കുന്നില്ല. ഇനി ബറക്കത്തുള്ള മാസമുണ്ട്. അതേതാ? ഖദ് അദല്ലക്കും ശഹ്റുൻ അദീമുൻ മുബാറക്. ഇതാ നിങ്ങൾക്ക് ബറക്കത്തുള്ള മാസം തണൽ വിരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏതാണ് ബറക്കത്തുള്ള മാസം? ഷഹ്റു റമളാൻ. റമളാൻ മാസം പറയേണ്ടതില്ലല്ലോ. റമളാൻ മാസം മുഴുക്കയും ബറക്കത്താണ്. ഇൻഷാ അല്ലാഹ് ഇനി 3 മാസമേ റമളാനിലേക്ക് എത്താനുള്ളൂ. അല്ലാഹു തആല പരിശുദ്ധ റമളാനിലേക്ക് നമ്മുടെ ആയുസ്സിനെ നീട്ടി തരുമാറാവട്ടെ. ഇനി ബറക്കത്തുള്ള രാവുണ്ട്, ലൈലത്തുൻ മുബാറക്. മുബാറക്കായ ബറക്കത്തുള്ള രാത്രി ഏതാ? ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാത്രി. ഖൈറും മിൻ അൽഫി ഷഹർ, പ്രത്യേകത 1000 മാസങ്ങളെക്കാളും ഉത്തമമായ രാത്രിയാണ്. ഇനി ബറക്കത്തുള്ള ജീവിയുണ്ട്. പല ജീവികളെയും പല പക്ഷികളെയും നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട്. എങ്കിൽ ആടിനെ വളർത്തുക കഴിയുന്ന ആളുകൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദി ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഉമ്മുഹാനി ഇത്തഖിദി ഗനമൻ, നീ ഒരു ആടിനെ വളർത്തിക്കോ, ഫഇന്ന ഫീഹാ ബറക, അതിൽ നിനക്ക് ബറക്കത്തുണ്ട്. അപ്പോൾ നോക്കാനും പരിചരിക്കാനും വീട്ടിൽ ആളുണ്ടെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ ആടിനെ വളർത്തുക എന്നത് ബറക്കത്തുള്ള ജീവിയാണ് ആട്. ഇനി വീട്ടിലും കുടുംബത്തിലും ബറക്കത്തുണ്ടാകണം. പൊരാന്ന് പറഞ്ഞാൽ പൊരയ്ക്ക് ചെന്നാൽ എന്നും അടിപിടിയും ബഹളവും മനസ്സമാധാനക്കേടും ആണ് എങ്കിൽ മനസ്സിലാക്കുക, ആ വീട്ടിൽ നിന്ന് അല്ലാഹു തആല ബറക്കത്തിനെ എടുത്തു മാറ്റിയതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ അല്ലാഹു തആല ബറക്കത്ത് നൽകിയ ഒരു വീടാണ്, കുടുംബമാണ് എങ്കിൽ അവിടെയുള്ള കുടുംബാംഗങ്ങൾ അവരെത്ര തന്നെ തിരക്കുള്ള ജോലിയിലാണ് എങ്കിലും, എത്ര വലിയ കച്ചവടക്കാരാണ് എങ്കിലും ആ വീട്ടിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക് എത്തിച്ചേരാൻ അവർ ആഗ്രഹിക്കും. കാരണം മറ്റെവിടെയും കിട്ടാത്ത ഒരു സകീനത്തും മവദ്ദത്തും റഹ്മത്തും അല്ലാഹു ബറക്കത്ത് നൽകിയ വീടിനുണ്ടാകും. അല്ലാഹു നമ്മുടെ വീടിന് അതിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നാൽ ചില ആളുകളെ കണ്ടില്ല, എത്ര വൈകിയാലും, രാത്രി എത്ര വൈകിയാലും കടയടച്ചവർ വീട്ടിൽ പോകൂല, അങ്ങാടി വിട്ട് പൊരയിൽ പോകൂല. എന്താ പോകാത്തതെന്ന് ചോദിച്ചാൽ, പോയിട്ട് ഇപ്പം എന്താ കാര്യം എന്ന് പറയും. അവിടെ പോയാൽ ഭാര്യയെ കണ്ടാൽ, മക്കളെ കണ്ടാൽ, സഹോദരങ്ങളെ കണ്ടാൽ കിട്ടേണ്ടുന്നൊരു കൺകുളിർമയുണ്ട്. അതിന് പകരം ആക്ഷേപവും പരിഹാസവും കുറ്റപ്പെടുത്തലും പരാതി പറച്ചിലും മാത്രമാണ് എങ്കിൽ ബറക്കത്തില്ല. എന്താണ് പരിഹാരം? കുടുംബത്തിന് ബറക്കത്ത് കിട്ടാൻ ഒരു കുടുംബത്തിന്റെ തുടക്കക്കാരായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിക്കാഹ് കഴിഞ്ഞാൽ മണവാളന്റെ കൈപിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, ബാറക്കല്ലാഹു ലക, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. വബാറക അലൈക, നിന്റെ മേൽ അല്ലാഹു ബറക്കത്ത് വർദ്ധിപ്പിക്കട്ടെ. വജമഅ ബൈനകുമാ ഫീ ഖൈർ, നിങ്ങൾ ഇരുവരെയും അല്ലാഹു തആല നല്ല രീതിയിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. ഈ സ്നേഹവും ഐക്യവും സമാധാനവും മരിക്കുവോളം നിലനിൽക്കാൻ ഒരു കുടുംബത്തിന്റെ തുടക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നേരെ കൈകൊടുത്ത് പോരില്ല, മണവാളന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരു കുടുംബത്തിന്റെ ആരംഭം മുതൽ പ്രാർത്ഥന വേണമെന്ന് പറയുമ്പോൾ, ഒരാൾക്കൊരു കുഞ്ഞ് പിറന്നു എന്നറിഞ്ഞാൽ കുഞ്ഞിന്റെ ഉമ്മാക്കും ബാപ്പാക്കും അനുമോദനം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക, അല്ലാഹു തആല താങ്കൾക്ക് നൽകിയതിൽ ബറക്കത്ത് ചൊരിയട്ടെ എന്ന് പറയണം. വശക്കർത്തൽ വാഹിബ, ഇത് നൽകിയ റബ്ബിനോട് താങ്കൾ നന്ദി കാണിക്കുന്നവനാകട്ടെ എന്ന് പറയണം. പോരാ, വബലഗ അശുദ്ധ, ഈ കുഞ്ഞ് വളർന്ന് യുവത്വം പ്രാപിക്കുകയും വറുസിഖത ബിർറ, ഈ കുഞ്ഞിന്റെ നന്മ താങ്കൾക്ക് 2 ലോകത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണം. വീട്ടിലും കുടുംബത്തിലും ബറക്കത്ത് വേണം. വീട്ടിൽ ബറക്കത്ത് കിട്ടാൻ വീടിന്റെ സിറ്റൗട്ടിൽ ഇങ്ങനെ മാഷാ അല്ലാ തബാറക്കല്ലാ ബോർഡ് ഫ്രെയിം ചെയ്ത് തൂക്കിയത് കൊണ്ടായില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബത്തിൽ ബറക്കത്ത് കിട്ടണോ, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണം. സലാം പറയണം, മടി കാണിക്കരുത്. വീട്ടിലേക്ക് ഓരോ അംഗങ്ങൾ കടന്നു ചെല്ലുമ്പോഴും സലാം പറഞ്ഞുകൊണ്ട് ചെല്ലുക. അത് കേവലം ഒരു ഔപചാരിക മാത്രമായിട്ടല്ല, ഒരു അഭിവാദ്യം അർപ്പിക്കൽ മാത്രമായിട്ടല്ല, മറിച്ച് ബറക്കത്ത് കിട്ടാനുള്ള പ്രാർത്ഥനയായിട്ട് കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും,
സൂറത്ത് നൂറിൽ കാണാം, നിങ്ങളൊരു വീട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടാവട്ടെ, അന്യരുടെ വീടാകട്ടെ, സഹോദരങ്ങൾ മാറി താമസിക്കുന്ന ഫ്ലാറ്റ് ആകട്ടെ, ഫസല്ലിമു അലാ അൻഫുസിക്കും, നിങ്ങൾ പരസ്പരം സലാം പറയണം. എന്താണ് പ്രോഫിറ്റ്? തഹിയ്യതൻ മിൻ ഇൻദില്ലാഹ് മുബാറകതൻ ത്വയ്യിബ. സലാം എന്ന് പറഞ്ഞാൽ അത് ബറക്കത്ത് നൽകപ്പെട്ട സവിശേഷമായ പരിഭാവനമായ ഉപചാരമാകുന്നു. ഒരു കവർ നിറയെ ബേക്കറിയും ഫ്രൂട്ട്സുമായി കൊണ്ടുപോകുന്നതിനപ്പുറം മുബാറകതൻ ത്വയ്യിബ, പരിഭാവനമായ ഉപചാരമാകുന്നു അത്. നേരെ കയറി വീടിന്റെ സിറ്റൗട്ടിലേക്ക് കയറി നിന്നിട്ട് ഇവിടെ ആരും ഇല്ല എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോവാനല്ല. അനസ് റളിയല്ലാഹു തആല അൻഹു കുഞ്ഞായിരിക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, യാ ബുനയ്യ, ഏ കുഞ്ഞുമോനെ, സല്ലിം ലി അഹ്ലിക, നീ നിന്റെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയണം. ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം, സലാം കൊണ്ട് തുടങ്ങണം. യകുൻ ബറകതൻ അലൈക വ അഹ്ലിക, അത് നിനക്കും നിന്റെ കുടുംബത്തിനും ബറക്കത്ത് കിട്ടാൻ പര്യാപ്തമാണ്. അപ്പൊ ബറക്കത്ത് കിട്ടാൻ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് ചെല്ലുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെയും ബറക്കത്ത് കിട്ടണം. അതിനെന്ത് വേണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കീലു ത്വആമക്കും, കീലു ത്വആമക്കും, നിങ്ങൾ ഭക്ഷണം അളന്നിട്ടെടുക്കണം. യുബാറക് ലക്കും ഫീ, എങ്കിൽ നിങ്ങൾക്കതിൽ ബറക്കത്തുണ്ടാകും. വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് ഭക്ഷണം പാചകം ചെയ്താൽ മതി. ഒന്നായിട്ട് വെച്ച് കൂട്ടിയിട്ട് കുറേ വറ്റ് അടുക്കളപ്പുറത്ത് കൂടി കുറെ തെങ്ങിന്റെ ചോട്ട് കൂടി കൊണ്ട് ചിന്താൻ പാടില്ല. ഫഇന്നഹു ലാ യദ്രി ഫി അയ്യി തുആമിഹിൽ ബറക, നിങ്ങൾ ഉപേക്ഷിക്കുന്ന തന്റെ ഭക്ഷണപ്പിടിയിൽ ഏത് വറ്റിലാ ബറക്കത്ത് എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നാണ്. അതുകൊണ്ട് ഭക്ഷണം അളന്നെടുക്കണം, വെറുതെ വേസ്റ്റ് ആക്കാൻ പാടില്ല. കഴിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടാകണം. അതിനെന്ത് വേണം? കൂടിയിരുന്നു കൊണ്ട് ഭക്ഷിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് സ്വഹാബത്ത് പരാതി പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നാ നഅകുൽ, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ വലാ നശ്ബ, ഒരു റാഹത്ത് കിട്ടുന്നില്ല, തൃപ്തി വരുന്നില്ല, വയറ് നിറയുന്നില്ല. വലാ നശ്ബ, കഴിച്ചിട്ടും ഭക്ഷണത്തിൽ ഒരു തൃപ്തിയില്ല റസൂലെ. അള്ളാഹുവിന്റെ റസൂൽ ഉടൻ ചോദിച്ചു, ഫലഅല്ലകും തുഫർരിഖൂൻ, നിങ്ങൾ വേറെ വേറെ ഇരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത്? അവർ പറഞ്ഞു, ഖാലു നഅം, അതെ. ബാപ്പ വന്നാൽ ബാപ്പാന്റെ വക വേറെ, ഉമ്മ അടുക്കളപ്പുറത്ത് ഇരുന്നു കൊണ്ട്, കുട്ടികൾ വന്നാൽ സോഫയിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വേറെ വേറെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കലല്ല. ഫജ്തമിഉ അലാ തുആമിക്കും, അല്ലാഹുവിന്റെ റസൂൽ പരിഹാരം പറഞ്ഞു കൊടുക്കാൻ. എങ്കിൽ അത് മാറ്റിയിട്ട് ഫജ്തമിഉ അലാ തുആമിക്കും, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. വദ്കുറുസ്മല്ലാഹ്, ബിസ്മില്ലാ എന്ന് കഴിക്കും മുമ്പ് പറയുകയും വേണം. യുബാറക് ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല ബറക്കത്ത് പ്രദാനം ചെയ്യും. ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കയ്യിൽ ഭക്ഷണപ്പിടിയുമായി നേരെ പോയി അത് കഴുകിക്കളയലല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അകല തുആമൻ ലഅഖ അസാബിഅഹു സലാസൻ, അള്ളാഹുവിന്റെ റസൂൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 3 വിരലുകളും നാവ് കൊണ്ട് തുടച്ച് വൃത്തിയാക്കുമായിരുന്നു. റസൂല് പറഞ്ഞു, ഇദാ സഖതത് ലുഖ്മത അഹദികും, നിങ്ങൾ ഒരാളുടെ ഭക്ഷണപ്പിടി നിലത്ത് വീണാൽ ഫൽയുമിത് അൻഹൽ അദാ വലിയകുലുഹാ, അതിന്മേലുള്ള അഴുക്കിനെ നീക്കിയിട്ട് നിങ്ങൾ അത് ഭക്ഷിക്കണം. വലാ യദഅഹാ ലിശൈത്വാൻ, പിശാചിന് വേണ്ടി അത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. സ്വഹാബത്ത് പറയാണ്, വ അമറന, ഞങ്ങളുടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അൻ നസ്ലുതൽ ഖസ്അ, കഴിച്ച പ്ലേറ്റ് തുടച്ച് വൃത്തിയാക്കാൻ. കാരണം എന്താ? ഫഇന്നകും ലാ തദ്റൂന ഫി അയ്യി തുആമികുമുൽ ബറക, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏത് ഭക്ഷണത്തിലാ റബ്ബ് ബറക്കത്ത് നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയില്ലല്ലോ. അപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ കൈവിരലുകളും കഴിച്ച പാത്രവും ഒക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി കഴിക്കുക എന്നുള്ളത് ആൾക്കാർ കണ്ടാൽ മോശമല്ലേ? അതൊരു മോശക്കേട് വിചാരിക്കേണ്ടതില്ല. ബറക്കത്ത് നഷ്ടപ്പെടുത്തരുത്. ഇനിയോ കഴിച്ചു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇദാ അകല അഹദുകും തുആമൻ ഫൽയഖുൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വഅത്ഇംനാ ഖൈറൻ മിൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. പോരാ, വഅത്ഇംനാ ഖൈറൻ മിൻ, ഇതിനേക്കാളും ഉത്തമമായത് ഞങ്ങൾക്ക് നീ ഭക്ഷണം ഭക്ഷിക്കാൻ തരികയും ചെയ്യണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പോരാ, ഇതൊക്കെ ഭക്ഷണം വെച്ച് വിളമ്പി തന്ന വീട്ടുകാർക്ക് വേണ്ടി, ഭക്ഷണം തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും, അല്ലാഹുവേ ഇവർക്ക് നീ നൽകിയ റിസ്കിൽ ബറക്കത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഇത് വെച്ച് വിളമ്പിത്തന്ന ഇവർക്ക് നീ പുറത്തു കൊടുക്കുകയും അവരുടെ നീ കരുണ കാണിക്കുകയും ചെയ്യണമേ എന്നൊക്കെ ഭക്ഷണം തന്നവർക്ക് വേണ്ടി, അവർക്ക് മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി പ്രത്യേകം നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം.
ഇനി ഒരു ഗ്ലാസ് പാലാണ് കുടിക്കാൻ കിട്ടിയത്, ജ്യൂസാ കുടിക്കാൻ കിട്ടിയതെങ്കിൽ പോലും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വസിദ്നാ മിൻ, അല്ലാഹുവേ ഞങ്ങൾക്കിതിൽ ബറക്കത്ത് ചൊരിയണേ, ഇതിൽ ഞങ്ങൾക്ക് സിയാദ വർധനവുണ്ടാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വീട്ടിൽ ബറക്കത്ത് കിട്ടാൻ നമ്മൾ ഓതേണ്ടത് പരിശുദ്ധ ഖുർആനാണ്. കഞ്ചുലർഷും സബീന കിതാബും ഹദ്ദാദും റാത്തീബും കുതുബിയത്തും മുഹീദിയും മാലയും ഒന്നുമല്ല, വീട്ടിലെ ബറക്കത്തിന് പര്യാപ്തം. അല്ലാഹു തആല പറഞ്ഞു കിതാബുൻ മുബാറക്, കിതാബുൻ മുബാറക്, ബറക്കത്ത് നൽകപ്പെട്ട ഗ്രന്ഥം പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്, ഇതാകുന്നു നാം അവതരിപ്പിച്ച ബറക്കത്ത് നിറഞ്ഞ ഗ്രന്ഥം. അതുകൊണ്ട് വെറുതെ ഓതി പോയാൽ പോരാ, ഫത്തബിഉഹു വത്തഖൂ, ആ ഖുർആൻ പിൻപറ്റി ജീവിക്കണം. തഖ്വ പാലിച്ച് ജീവിച്ചാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം, ബറക്കത്ത് കിട്ടും എന്നർത്ഥം. ഒരു വീട്ടിൽ ബറക്കത്ത് കിട്ടാൻ ചെറിയവർ മുതൽ മുതിർന്നവർ വരേക്കും എല്ലാവരും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അത് പിൻപറ്റി ജീവിക്കുക. എന്താണ് അല്ലാഹു തആല ഇതിലൂടെ എന്നോടും നിങ്ങളോടും പറയുന്നത് എന്ന് പഠിച്ച് പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുക. ബറക്കത്തുള്ള മരമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. സൂറത്ത് നൂറിൽ കാണാം, സൈതൂൻ ഒലീവ് ബറക്കത്തുള്ള മരമാണ്. വശജറതൻ തഖ്റുജു മിൻ തൂരി സൈനാ തംബുതു ബിദ്ദുഹൻ വസ്വിബഇ ലിൽ ആകിലീൻ. സീനാ പർവ്വതത്തിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു മരവും നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. എണ്ണയായും ഭക്ഷണം കഴിക്കുന്നവർക്ക് കറിയായിട്ടും അത് ഉപയോഗപ്പെടുത്താം. ഖുർആൻ പറഞ്ഞ ബറക്കത്തുള്ള മരമാണ് ഒലീവ്. ഇനി നമ്മൾ ചെന്നിറങ്ങുന്ന നാട്, ഒരു പുതിയ നാട്ടിലേക്ക് താമസം മാറ്റി ഒരു പുതിയ നാട്ടിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയി, അവിടെയൊക്കെയും നമുക്ക് ബറക്കത്ത് വേണം. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിൽ കപ്പലുണ്ടാക്കി. ലോകത്ത് ആദ്യമായി നിർമ്മിച്ച കപ്പൽ. 950 കൊല്ലക്കാലം ആളുകൾ തൗഹീദിലേക്ക് ക്ഷണിച്ചു. വെറും 80 പേർ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത്, വിശ്വാസികളായി കൂടെയുള്ളത്. സ്വന്തം ഭാര്യയും മകനും അടക്കം അപ്പുറത്താണ്. അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിഷേധികളായ ആളുകളെ മുഴുവൻ അള്ളാഹു തആല മുക്കി നശിപ്പിക്കാൻ വേണ്ടി പോകാൻ. ലോകത്താദ്യമായി ഉണ്ടാക്കിയ കപ്പലിൽ എല്ലാ തരം വസ്തുക്കളിൽ നിന്നും ഓരോ ജോഡികളെ അള്ളാഹു തആല കപ്പലിൽ കയറ്റാൻ പറഞ്ഞു. ആകാശത്തിന്റെ ഷട്ടർ തുറന്നു. വഫാറത്തന്നൂർ, അടുപ്പിൽ നിന്ന് വരെ ഉറവ പൊട്ടി എന്നാണ്. പർവ്വതത്തെക്കാളും ഉയരത്തിൽ വെള്ളം ഉയർന്നു. കപ്പലിൽ കയറിയവരല്ലാത്തവരെല്ലാം മുക്കി നശിക്കപ്പെട്ടു. ശേഷം കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കാൻ. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ, എൻ്റെ റബ്ബേ ബറക്കത്താക്കപ്പെട്ട ഒരു താവളത്തിൽ എന്നെ നീ ഇറക്കി തരണമേ. പുതിയൊരു സ്ഥലം, പുതിയൊരു സമൂഹമായി, പുതിയൊരു നാട്ടിൽ അല്ലലില്ലാതെ സ്വസ്ഥതയോടുകൂടി ദഅവത്ത് നടത്തി ജീവിക്കണം. ചെന്ന് കയറുന്ന സ്ഥലമേതാ, അവിടുത്തെ സ്ഥിതിഗതികൾ എന്താ അറിയൂല. ഈ കപ്പൽ റബ്ബേ ബിസ്മില്ലാഹി മജ്രഹ വ മുർസാഹ, നിന്റെ നാമത്തിലാണ് അല്ലാഹുവേ ഇതിന്റെ നങ്കൂരമിടൽ. ഇതെവിടെയാണോ നങ്കൂരമിടുന്നത്, റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ, ബറക്കത്താക്കപ്പെട്ട ഒരു താവളത്തിൽ എന്നെ നീ ഇറക്കിത്തരണേ. കാരണം വ അൻത ഖൈറുൽ മുൻസലീൻ, നീയാണല്ലോ ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അല്ലാഹു വഹ്യു കൊടുത്തു, ഇഹ്ബിത് ഖാല യാ നൂഹ് ഇഹ്ബിത്, നൂഹേ ഇറങ്ങിക്കോ, ബിസലാമിൻ മിന്നാ വ ബറകാത്ത്. കണ്ടോ, ബിസലാമിൻ മിന്നാ വ ബറകാത്ത്, നമ്മിൽ നിന്നുള്ള ശാന്തിയിലും സമാധാനത്തിലും ബറക്കത്തിലുമായി കൊണ്ടിറങ്ങിക്കോ. നല്ലവരായ ആളുകൾ മാത്രം ജീവിക്കുന്ന ഒരു നാട് എല്ലാവരുടെയും സ്വപ്നമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അക്രമങ്ങളില്ലാത്ത, വിദ്വേഷങ്ങളില്ലാത്ത, കുറുമ്പും കുശുമ്പും വക്കാണവും ഇല്ലാത്ത ഒരു നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അതൊരു നാടിൻ്റെ അടിസ്ഥാന ഘടകം, പുരോഗതിയുടെ അടിസ്ഥാന ഘടകമാണ് കച്ചവടം എന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, കച്ചവടക്കാരോട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. തുലാസിന്റെ ഭാരം ഡിസ്പ്ലേ ഉപഭോക്താക്കൾക്ക് കാണും വിധം സ്ഥാപിക്കണം. കുറച്ച് ഗ്രാം മുൻതൂക്കം കൊടുത്താലും വേണ്ടില്ല, അപ്പുറത്ത് 10 രൂപ ലാഭിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ആയിരങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടതായി വരും. അത് പരലോകത്തും ആ നഷ്ടമുണ്ടാകും. വൈലുൽ ലിൽ മുത്തഫിഫീൻ, ഒരു അധ്യായം തുടങ്ങാൻ അല്ലാഹു തആല അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക്, അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം. എന്താണ് വൈലെന്ന് പറഞ്ഞാൽ? വാദി ഫി ജഹന്നം, നരകത്തിലെ ഒരു താഴ്വരയാണ്. ഇസ്മുല്ലിന്നാർ, നരകത്തിന്റെ മറ്റൊരു പേരാണ്. അത് കിട്ടും ആർക്ക്? അളവിൽ കുറക്കുന്ന ആളുകൾക്ക്, കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കച്ചവടക്കാരോട്,
അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖാ, വിൽക്കുന്നവനും വാങ്ങുന്നവനും പിരിയുന്നതിന് മുമ്പ് മാറ്റിയെടുക്കാനുള്ള അവകാശമുണ്ട്. കച്ചവടത്തിൽ ബേസ് അടിസ്ഥാനം എന്നത് രണ്ടു പേർക്കും റിളയുണ്ടാകണം, തൃപ്തിയുണ്ടാകണം. ഫഇൻ സദഖാ വബയ്യിനാ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, സത്യം പറഞ്ഞ് ഹക്ക്, അതിൻ്റെ യഥാർത്ഥ ഹക്ക് പറഞ്ഞു കൊടുത്ത് കച്ചവടം നടത്തിയാൽ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, വാങ്ങി വീട്ടിൽ കൊണ്ടുപോയവനും വിറ്റവനും കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും. കുറഞ്ഞ സംഖ്യയുടെ കച്ചവടം നടന്നിട്ടുള്ളൂ എങ്കിലും സാരമില്ല, കുറഞ്ഞ ലാഭമേ കിട്ടിയിട്ടുള്ളൂ സാരമില്ല, എങ്കിലും അള്ളാഹു ബറക്കത്ത് നൽകും. എന്നാൽ വ ഇൻ കദബ വ കതമ, കളവ് പറഞ്ഞു, ന്യൂനതകൾ മറച്ചു വെച്ചു, പൂഴ്ത്തി വെച്ചു, പുറമേക്ക് ഡിസ്പ്ലേ കാണിച്ചത് വേറെ, ആൾക്ക് പൊതിഞ്ഞു കൊടുത്തത് മറ്റൊന്നാണ് എങ്കിൽ മുഹക്ക ബറക്കത്തു ബൈഹിമാ, അവരുടെ കച്ചവടത്തിൽ നിന്ന് അള്ളാഹു തആല ബറക്കത്തിനെ എടുത്തു മാറ്റും. അതുകൊണ്ട് കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടണമെങ്കിൽ സത്യസന്ധമായി ഹക്ക് പറഞ്ഞിട്ട് കച്ചവടം നടത്തുക. ഇനിയോ ഒരു നാട്ടിൽ ബറക്കത്ത് കിട്ടാൻ അല്ലാഹു തആല പറഞ്ഞു, ഞാൻ ആദ്യം ഓതി വെച്ച വചനം, വലൗ അന്ന അഹ്ലൽ ഖുറാ, അല്ലാഹു തആല ഒരു നാടിനെ മുച്ചൂടും നശിപ്പിക്കാൻ, തുടച്ചു നീക്കാൻ അതിന്റെ കാരണം പറയാൻ, വലൗ അന്ന അഹ്ലൽ ഖുറാ, ആ നാട്ടുകാർക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ത്, ആമനു വത്തഖൗ, ഈമാനും തഖ്വയും ആ നാട്ടുകാർക്കുണ്ടായിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ബറക്കത്തിന്റെ കവാടങ്ങളെ തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷെ അവരെന്താ ചെയ്തത്, വലാകിൻ കദ്ദബു, പക്ഷെ അവർ നിഷേധിച്ച് തള്ളുകയാ ചെയ്തത്. എന്ത് പടച്ചോനോ, എന്ത് പരലോകം, ഇങ്ങനെ ഹറാമും ഹലാലും നോക്കാതെ തോന്നിയതുപോലെ ജീവിച്ചപ്പോ അല്ലാഹു തആല പറയാ, ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു വെച്ചതിന്റെ ഫലമായി നാം അവരെ പിടികൂടി എന്നാണ്. സഹോദരങ്ങളെ, പടച്ചവനെ പേടിച്ച് ജീവിക്കണം, മരിച്ചു പോകണമല്ലോ എന്നോർത്ത് ജീവിക്കണം. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം പരലോകത്ത് വിജയിക്കുക എന്നുള്ളതായിരിക്കണം. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള, ആ സ്വർഗം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കച്ചവടവും ഒരു ഏർപ്പാടും നമുക്ക് വേണ്ടതില്ല. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أيها الناس اتقوا الله عباد الله. ബഹുമാന്യരായ വിശ്വാസികളെ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹു അതിന് നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് ബറക്കത്ത് എന്നും എന്താണ് തബറുക്ക് എന്നും ആരോടാണ് ബറക്കത്ത് ചോദിക്കേണ്ടത് എന്നും എന്തിലൊക്കെയാണ് ബറക്കത്ത് ഉള്ളത് എന്നും ചുരുങ്ങിയ നിലക്ക് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടെ ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഈമാനിൻ്റെയും ഇഖ്ലാസിൻ്റെയും തഖ്വയുടെയും അടിസ്ഥാനത്തിൽ അള്ളാഹു തആല ബറക്കത്ത് നൽകും എന്നത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ കാണാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, വജഅലനി മുബാറകൻ ഐനമാ കുൻതു, അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു, അനുഗ്രഹീതനാക്കിയിരിക്കുന്നു, ഐനമാ കുൻതു, ഞാൻ എവിടെയായിരുന്നാലും ശരി. അല്ലാഹു തആല അദ്ദേഹത്തെ ആകാശലോകത്തേക്ക് ഉയർത്തി. ഖിയാമത്ത് നാളിന് മുന്നോടിയായിക്കൊണ്ട് അദ്ദേഹം ഇറങ്ങി വരും ഭൂമിയിലേക്ക്. 40 കൊല്ലക്കാലം ഭരണം നടത്തും. വേറെ ഒരാൾക്കും കിട്ടാത്ത ബറക്കത്ത് അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നൽകി. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുത്തൊരു കുടുംബത്തെ പരിചയപ്പെടുത്തി. അതാണ് നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായ സാറാ ബീവിക്ക് ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകൾ വന്നപ്പോൾ, സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ഖാലത്ത്, അവർ പറഞ്ഞു, യാ വൈലത, കഷ്ടം, അഅലിദു വഅന അജൂസ്, ഞാനൊരു പടുകിഴവിയായിരിക്കെ ഇനിയിപ്പോൾ ഞാൻ പ്രസവിക്കേ, ഇനിയിപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടാകേ, വഹാദ ബഅലി ശൈഖൻ, എൻ്റെ ഭർത്താവാണെങ്കിൽ അതിനേക്കാൾ വൃദ്ധനായിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ പ്രസവിക്കുക, എനിക്ക് എങ്ങനെ ഇനി കുട്ടികളുണ്ടാകുക എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന ഹാദാ ലശൈഉൻ അജീബ്, ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാണല്ലോ എന്ന് മഹദി പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചു, ഖാലു അതഅജബീന മിൻ അംരില്ലാഹ്,
അതഅജബീന മിൻ അംരില്ല, അള്ളാഹുവിന്റെ ഓർഡറാണിത് കുട്ടിയെ കിട്ടുമെന്നത്. അള്ളാഹുവിന്റെ കൽപ്പന പറ്റിയാണോ അത്ഭുതപ്പെടുന്നത്? ഞങ്ങൾ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാണ്. റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദുൻ മജീദ്. അല്ലയോ വീട്ടുകാരെ, നിങ്ങളിൽ അള്ളാഹുവിന്റെ കാരുണ്യവും ബറക്കത്തും ഉണ്ടായിരിക്കട്ടെ. തീർച്ചയായും അള്ളാഹു സ്തുത്യർഹനും മഹത്വമേറിയവനുമാകുന്നു. മലക്കുകളുടെ ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും കുടുംബത്തിനും അള്ളാഹു തആല നൽകിയ ബറക്കത്ത്. അത് അള്ളാഹുവിൻ്റെ റസൂലിനും കുടുംബത്തിനും കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സ്വലാത്തിലൂടെ നാം നിർവഹിക്കുന്നത്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത. ഇബ്രാഹിം നബിയെ മുഹമ്മദ് നബിക്ക് ബറക്കത്ത് കൊടുക്കുകയെന്നല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗ്രഹിക്കുക എന്നല്ല. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് കൊടുക്കണം. ഏതുപോലെ? കമാ ബാറക്ത അലാ ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നീ കുടുംബത്തിന് നീ ബറക്കത്ത് ചൊരിഞ്ഞതുപോലെ. കണ്ടോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനും അല്ലാഹു തആല ബറക്കത്ത് നൽകി എന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. പക്ഷേ ആ പ്രവാചകന്മാരിൽ നിന്ന് ശേഷക്കാരായ ഒരാളിൽ നിന്നും നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ഏതെങ്കിലും മഖബറകളിൽ കാണുന്ന പച്ചപ്പുതപ്പെട്ട് മൂടി പൊതച്ചത് കൊണ്ടോ, അവിടുത്തെ വിളക്കിലൊഴിച്ച എണ്ണ എടുത്ത് കുടിച്ചത് കൊണ്ടോ, മഖബറയെ മൂടിയ തുണിയെടുത്ത് ചുംബിച്ചത് കൊണ്ടോ, ഏതെങ്കിലും സയ്യിദന്മാരുടെ കൈ മുത്തിയത് കൊണ്ടോ, ദക്ഷിണ കന്നഡയിലൊക്കെ കാണുന്നത് പോലെ ഏതെങ്കിലും ശൈഖന്മാരുടെ കാല് കഴുകിയ വെള്ളം കുടിച്ചത് കൊണ്ടോ, ഏതെങ്കിലും ശൈഖന്മാരുടെ തുപ്പുനീരിലോ പ്രതീക്ഷിക്കേണ്ടുന്ന ഒന്നല്ല ബറക്കത്ത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തെ ഏറ്റവും ഉത്തമരായവരാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. പിന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആണ്. പക്ഷെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയാണ്, ഫലം യസ്ബുത് മിൻ ത്വരീഖിൻ സ്വഹീഹിൻ ഫരീഹിൻ, സ്വഹീഹായ ഒരു വഴിയിലൂടെയും സ്ഥിരപ്പെട്ടിട്ടില്ല, ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. എന്ത്? അന്നാ മുതബർരികൻ യതബറകു ബിഹിം അലാ അഹദിൻ തിൽക്കൽ വുജൂഹ്. ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാകട്ടെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാകട്ടെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാകട്ടെ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാകട്ടെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കളിൽ നിന്നാകട്ടെ, ഒരാളിൽ നിന്നും ഒരാളും പരസ്പരം ബറക്കത്തെടുത്തു എന്നത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടേയില്ല. ഒരാൾക്കൊരു വ്യക്തിക്ക് അയാളുടെ തഖ്വയുടെയും ഈമാനിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകിയേക്കാം. അല്ലാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ അയാൾക്ക് അല്ലാഹു തആല നൽകിയ ബറക്കത്ത് കൊണ്ട് അയാൾക്കുടെ കുടുംബത്തിനും കാര്യമുണ്ട് എന്നല്ലാതെ അയാളുടെ ബറക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് ചാർജ് ചെയ്തെടുക്കുന്ന രീതി പരിശുദ്ധ ദീനുൽ ഇസ്ലാം എവിടെയും പ്രമാണം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ബറക്കത്തും തേടി ഒരു മഖബറകളിലേക്കും പോകേണ്ടതില്ല, ഒരു ദർഗയും തേടി പോകേണ്ടതില്ല, ഒരു തങ്ങളുടെ കയ്യിലെയും തേടി പോകേണ്ടതില്ല, ഒരാളുടെയും കാല് കഴുകിയ വെള്ളം കുടിക്കാൻ പോകേണ്ടതില്ല. അല്ലാഹുമ്മ ബാരിക് ലീ ഫീമാ അഅ്തൈതനി, അല്ലാഹുവേ എനിക്കെന്തൊക്കെ നൽകിയോ നീ അതിൽ നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ എന്നിൽ മലിക്കുൽ ജബ്ബാറായ റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് നാം ചോദിക്കേണ്ടത്. അല്ലാത്തത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ് എന്ന് നമ്മൾ അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപോർത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ, മഈശത്തിനായി ഞങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ ജോലി, കച്ചവടം, വ്യവസായം, പ്രവാസ ജീവിതം, അല്ലാഹുവേ അതിലെല്ലാവിധ ഖൈറും ബറക്കത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. അല്ലാഹുവേ ആശുപത്രി വരാന്തകളിലും വീടകങ്ങളിലുമായി വേദന കൊണ്ട് പുളയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ അവർക്ക് പരിപൂർണമായി ശിഫ നീ പ്രദാനം ചെയ്യണേ. റഹ്മാനെ, ആഫിയത്തുള്ള ബറക്കത്തുള്ള ആയുസ് നീ പ്രദാനം ചെയ്യണേ. അല്ലാഹുവേ എവിടെ വെച്ച് എപ്പോഴാണ് ഞങ്ങളുടെ മരണമെങ്കിലും അല്ലാഹുവേ പരിപൂർണമായി ഈമാനോടുകൂടി മരിക്കുവാനുള്ള മഹാ തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. അല്ലാഹുവേ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, സഹോദരി സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ, ഞങ്ങളുടെ പള്ളിയുടെ അയൽവാസികൾ, അല്ലാഹുവേ അവർക്കവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണമേ. റഹ്മാനെ,
അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. اللهم أحينا على الكتاب والسنة وأمتنا مع الأبرار. اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.